ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്നലെ വൈകുന്നേരം ഇക്ക വിളിച്ചിട്ട് പറയുകയാണ് നമുക്ക് പെട്ടെന്ന് തൃശ്ശൂർക്ക് പോകണമെന്ന്. ഞാൻ ആലോചിച്ചു എന്തിനാ ഈ തൃശ്ശൂർക്ക് പെട്ടെന്ന് പോകണം, ഇത് പ്ലാനിങ്ങും കാര്യമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വന്നൊരു പരിപാടിയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ റെഡിയൊക്കെ ആയി ഇറങ്ങി. ഇവിടെ തൃശ്ശൂർ എത്തിയപ്പം പിറ്റേ ദിവസം ഒരു 6 മണിയൊക്കെ ആയി. പിന്നെ റൂമൊക്കെ കിട്ടി സെറ്റ് ആവാൻ ഏകദേശം 7 മണി ആയിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് എടുക്കാനുള്ളൊരു ടൈമോ ഉറങ്ങാനുള്ളൊരു ഗ്യാപ്പോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രോഗ്രാം ഏകദേശം 9 മണിക്ക് 9:30ക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ പ്രോഗ്രാം നടക്കുന്നിടത്തോട്ട് പോയി. ഇവിടെ ഒരു കരിയർ ഗൈഡൻസ് പോലത്തെ പരിപാടിയും പിന്നെ കുറച്ച് കൗൺസിലിംഗ് സെക്ഷൻസും അങ്ങനത്തെയൊക്കെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാമൊക്കെ സൈറ്റിൽ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് അല്ലാത്ത എൻ്റർടൈൻമെൻറ്റ് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോയേ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നേരെ റൂമിൽ വന്ന് ഇനി വേണം ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. കാര്യം ഉറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ, ത്രൂ ഔട്ട് ദ നൈറ്റ് ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇച്ചിരിയൊക്കെ ഉറങ്ങി, പക്ഷേ ഇക്ക തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം വൈകിട്ട് വരെ കിടന്നുറങ്ങിയതിന് ശേഷം ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണല്ലോ നമ്മൾ സ്റ്റേ ആക്കണേ. അപ്പം ഈ സൈഡിലൊക്കെ എന്തൊക്കെയാണ് നടക്കണേ എന്നൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇറങ്ങി നടന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു ചെറിയ കടയിലേക്ക് കയറി ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. എന്നാലും ആ ഒരു ഉറക്കച്ചടപ്പ് തീരെ മാറിയിട്ടില്ല. ഞാൻ പിന്നെ നൈറ്റിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാൻഡ്വിച്ചൊക്കെ മേടിച്ചിട്ട് നേരെ റൂമിലോട്ട് പോന്നു. ഞാൻ വെച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം, എനിക്ക് തീരെ വിശപ്പും പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് കഴിച്ചിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങണം എന്നൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.